ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രുതിനെയും നീലിമയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രേവതിയുടെ സ്കൂട്ടി പിടിച്ചെടുത്തിട്ട് രേവതി സ്റ്റേഷനിലുണ്ട്. അങ്ങനെ ശ്രുതി നീലിമയും കൂടി പോലീസുകാരെ മുമ്പിൽ വെച്ചിട്ടും വാദിക്കുകയാണ്. നീലിമ പറയുന്നു 50 ലക്ഷം മേടിച്ചിട്ടില്ല എന്ന്. ശ്രുതി പറയുന്നു, ശ്രുതിയും കൂടി പറയുന്നു മേടിച്ചിട്ടുണ്ടെന്ന്. പുറത്ത് വരാന്തയിൽ രേവതി എങ്ങനെയെങ്കിലും സ്കൂട്ടി എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അവളെ സച്ചിയെ വിളിക്കണോ, സച്ചീനെ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സച്ചിയുടെ കോൾ തന്നെ. അപ്പോൾ സച്ചിയോട് ഇങ്ങനെ പറയുന്നു, സച്ചിയേട്ടാ ഇങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്, അപ്പോൾ എന്താ പറ്റിച്ച് വെച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ തെറ്റാണ്, പാർക്ക് ചെയ്യാൻ പാടാത്ത സ്ഥലത്ത് ഞാൻ സ്കൂട്ടി പാർക്ക് ചെയ്തു, അതുകൊണ്ട് അവർ സ്കൂട്ടി എടുത്തിട്ട് പോയി. ഞാൻ ഇപ്പോൾ സ്റ്റേഷനിൽ, അപ്പോൾ നീ ഏത് സ്റ്റേഷനിലാണ് രേവതി ചോദിക്കുമ്പോൾ ഇന്ന സ്റ്റേഷനിലാണ് പറയുന്നത്. ശരി, നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാൻ പറയാം. സച്ചി പറയുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ടിരിക്കണം. നീ കരയാതെ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നത് സച്ചി. ഈ സമയത്ത് ശ്രുതിയും നീലിമയും കൂടി വാദിക്കണം. നീലിമ പറയണു, 6 മാസം ഞാൻ അവൻ്റെ കൂടെ ജീവിച്ചതാ സാർ, എന്നെ ചതിച്ചിട്ടാണ് അവൻ ഇവളെ കല്യാണം കഴിച്ചത്. അവൻ എന്നോട് ഇത്രയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവൻ എൻ്റെ കൂടെ കാനഡയ്ക്ക് വരില്ല എന്ന് അവൻ പറഞ്ഞതാണ്. എന്നോട് ഞാൻ കാനഡയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ കിടന്ന് വാദിക്കുകയാണ്. നീലിമ കിടന്ന് വാദിക്കുമ്പോൾ പറയും, ഇനി ഞാനല്ല സംസാരിക്കുന്നത്, ഇനി എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എൻ്റെ അഡ്വക്കേറ്റാണെന്ന് പറയുന്നു നീലിമ. അപ്പോൾ പോലീസുകാരൻ ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് തെറ്റെന്ന് അറിയണില്ല. പക്ഷേ ശ്രുതി കാണിച്ചു കൊടുക്കേണ്ട ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്ന് അവളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത ഡീറ്റെയിൽസൊക്കെ ശ്രുതി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാരൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസരത്തിൽ നീലിമയുടെ അഡ്വക്കേറ്റ് വരുന്നു. ഞാൻ മാഡത്തിൻ്റെ അഡ്വക്കേറ്റാണ്, ഒരിക്കലും എൻ്റെ മാഡം അങ്ങനെ ചെയ്യില്ല, മാഡം കാനഡയിൽ വലിയ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് നീലിമയ്ക്ക് വേണ്ടി വാദിക്കുന്ന സമയത്ത് നീലിമ വിജയിച്ച ഭാഗത്തിലിരിക്കുകയാണ്. ആ സമയത്ത് പുറത്ത് സച്ചി വരുന്നു. സച്ചി വന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കണം, എന്ത് പണി ചെയ്ത് രേവതി എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി കരയാണ്. അപ്പോൾ സച്ചി അവിടുത്തെ പോലീസ് കോൺസ്റ്റബിളിനോട് എങ്ങനെയെങ്കിലും സാർ ഞങ്ങളുടെ വണ്ടി ഒന്ന് വിട്ടു തരണം എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ നാക്കിന് നീളം കൂടുതലെങ്കിൽ ഇനി ഏറെ കളിച്ചാൽ എന്താ വരാട്ടോ, വെള്ളം കളയാട്ടോ. രേവതിയുടെ അടുത്ത് വല്ലാതെ നാക്കിട്ട് ഇളക്കി നീ കോടതി പോയി വണ്ടി എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. കോൺസ്റ്റബിൾ എന്തായാലും ഇൻസ്പെക്ടർ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ രേവതിയുടെ അടുത്ത് വണ്ടി വിട്ടുകൊടുക്കണില്ല, സാറ് വന്നല്ലാണ്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല, വല്ലാതെ നീ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കോടതിയിൽ പോയിട്ട് നീ വണ്ടി എടുക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. അങ്ങനെ രേവതി സച്ചിയും കൂടിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് സച്ചിക്ക് ഓട്ടം വിളിച്ചിട്ടൊരു കോൾ വരുന്നു. സാറേ, ഞാൻ അവിടെ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഓട്ടോ ഓടാണ് സാറേ, ഇപ്പം എനിക്ക് പാകില്ല സാറേ, എങ്ങനെയെങ്കിലും പോകുന്നൊക്കെ പറയുന്നു. വേറെ വണ്ടി വിളിച്ചിട്ട് പോകുമെന്ന് പറയുന്നു. അങ്ങനെ ശ്രുതി, സച്ചി, രേവതി എല്ലാവരും സ്റ്റേഷനിലാണ്. അങ്ങനെ ശ്രുതിയുടെ വക്കീൽ വന്ന് സംസാരിച്ചു. ശ്രുതിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. സച്ചിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം സച്ചി പറയണതിലൊന്നും ന്യായമില്ലാത്ത പോലെയാണ് നീലിമയുടെ ഭാഗത്ത് തെറ്റില്ലാത്ത രീതിയിലാണ് വക്കീൽ സംസാരിക്കുന്നത്. ശ്രുതിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നീലിമയുടെ ഭാഗത്ത്